അത്യാവശ്യമുണ്ടെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എത്തിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ വാർത്താ സംഘം 3-4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ ദുരന്തമുഖത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുമായി നമ്മൾ ബന്ധപ്പെടുത്താം. അവർക്ക് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്കറിയാം, വളരെ കടുത്ത സാഹചര്യമാണ് ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആകെ സഞ്ചരിക്കാനുണ്ടായിരുന്ന ഈ മുണ്ടക്കൈയും അതുപോലെ ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഈ ഉരുൾപൊട്ടൽ തകർന്നുപോയി. ഇപ്പോൾ അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ ഇന്ത്യൻ ആർമി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. മാത്രവുമല്ല, സൈന്യം എത്തിയതിനു ശേഷം ഈ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ തീവ്രമായി, വളരെ ഗൗരവമായി, വളരെ ഊർജ്ജസ്വലമായി തുടരുകയാണ്. മാത്രവുമല്ല, രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോഴും സജീവമായി അവിടെ തുടരുന്നുണ്ട്. അതേസമയം അവിടെ ഭക്ഷ്യവസ്തുക്കളും തുണികളും ഒക്കെ ആവശ്യമാണെന്ന രീതിയിലും വാർത്തകൾ വരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാക്കണമെന്ന് കൂടി ഞങ്ങൾ പറയുന്നു. ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അവിടെ 83 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. എന്നാൽ ഈ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലാണ് എന്ന രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നു. പക്ഷേ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ നമ്മൾ അറിയിക്കുന്നില്ല. എന്തായാലും ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇന്ന് രാത്രി 10 മണിക്ക് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുമായിട്ടുമൊക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്ന് കൂടി അറിയുന്നു. വയനാട്ടിലെ സാഹചര്യം അത്യന്തം അപകടകരമാണെന്ന് ചീഫ് സെക്രട്ടറി അല്പം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞിരുന്നു. ഏതാണ്ട് ചില പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുപോലെ അവിടെ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നു എന്നത് ഈ ദൗത്യ സംഘത്തിന് ഇത്തിരി ആശ്വാസം പകരുന്നുണ്ട്. കാരണം ഈ പ്രകൃതി അതിൻ്റെ എല്ലാവിധമായ വിരോധവും കാണിച്ച നിമിഷങ്ങളാണ് ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം ഉണ്ടായത്. ഉറങ്ങിക്കിടന്ന ആളുകൾ ഒന്നാകെ ഒലിച്ചു പോവുകയും ഉള്ള വീടുകളെല്ലാം തകർന്ന് തരിപ്പണമാവുകയും ആകെ സഞ്ചാരത്തിനും ഗതാഗതത്തിനും ഉണ്ടായിരുന്ന പാലം ഇല്ലാതാവുകയും ചെയ്ത ദുരന്തമുഖമാണ് ഈ ഉരുൾപൊട്ടൽ നമുക്ക് സമ്മാനിച്ചത്. ഒരുപക്ഷെ വയനാട് നമുക്ക് നൽകുന്ന കുറേ പാഠങ്ങളുണ്ട്. ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ നമ്മെ വേട്ടയാടുന്ന ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായും അതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. കേരളം പോലെ ഒരു സ്ഥലത്ത് പ്രകൃതിക്ക് വെല്ലുവിളിയാകുന്ന കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്ന ആളുകളെ കയ്യാമം വയ്ക്കേണ്ട സമയം ആയി എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. വളരെ ഗൗരവമായ ശാസ്ത്രീയ പഠനങ്ങളും ഗവേഷണങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ ഒരു മുണ്ടകൈ സ്കൂളിൽ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ടീച്ചർ ശാലിനി നമുക്കൊപ്പം ചേരുകയാണ്. കുട്ടികളെ തിരിച്ചറിയാൻ ഇപ്പോൾ ശാലിനി ഹോസ്പിറ്റലിൽ ഉണ്ട്. ടീച്ചറെ നമസ്കാരം. ടീച്ചർ ഇപ്പോൾ എവിടെയാണ്? മുണ്ടക്കൈയിലാണോ ഉള്ളത് ഇപ്പോൾ? അല്ല, ഞാൻ ഇപ്പം മുണ്ടക്കൈ സ്കൂളിലല്ല വർക്ക് ചെയ്യുന്നത്, മീനങ്ങാടിയാണ്. 1 മാസം ട്രാൻസ്ഫർ ആയിട്ട്. ഇപ്പം നമ്മൾ മുണ്ടക്കൈയിൽ നിന്നുള്ള കുട്ടികള്, ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്ന കുട്ടികളാണ് കൂടുതൽ പേരും. മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ളവരാണ്. അപ്പോൾ നമ്മളിവിടെ വല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കുട്ടികളെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ തിരിച്ചറിഞ്ഞു, മറ്റൊരു കുടുംബത്തിലെ ആ കുടുംബത്തോടെ അവർ മിസ്സായിട്ടുണ്ട്. ഈ കുട്ടികളെ ടീച്ചറിന് നേരിട്ട് അറിയാമോ? ഈ കുട്ടികളെയൊക്കെ അറിയാം, നേരിട്ട് അറിയാം. ഞങ്ങള് വന്ന് കണ്ടങ്ങനെ ഐഡന്റിഫൈ ചെയ്തതാണ് 2 കുട്ടികളെ. അവരുടെ ഫാമിലിയില് ഒരു കുട്ടി, പിന്നെ മറ്റൊരു വേറെ കുട്ടികളും മിസ്സിംഗ് ആണ്. നമുക്കത് എല്ലാ കുട്ടികളെയും നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഈ 2 ദിവസങ്ങൾ. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അവിടുത്തെ സാഹചര്യം അറിയുന്നത് കൊണ്ട് മഴ കൂടിയപ്പോൾ ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കുട്ടികളെയും നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ടീച്ചറിന്റെ വീട് എവിടെയാണ് ശരിക്കും? എന്റെ നാട് കോട്ടയമാണ്. ഞാനിവിടെ 2 വർഷമായിട്ട് ഈ മുണ്ടക്കൈ സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ സ്ഥിരം അവിടെയുള്ള നാട്ടുകാരെയും കുട്ടികളെയൊക്കെ നമ്മൾ എന്നും കാണുന്നതല്ലേ. ഈ ടീച്ചറെ ഈ ജീവഹാനി സംഭവിച്ചവരിൽ കുറച്ച് കുട്ടികളുണ്ടോ ടീച്ചറിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്? ഹലോ, ഈ ജീവഹാനി ഈ മരിച്ച ആൾക്കാരുടെ ഇടയിൽ നമ്മളിപ്പോൾ 83 പേര് 84 പേരൊക്കെ മരിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. ഇതിൽ കുട്ടികളുണ്ടോ കാര്യമായിട്ട്? എന്തായാലും ശാലിനി ടീച്ചറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ആ അധ്യാപിക കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി ഈ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഈ അധ്യാപികയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്വന്തം ക്ലാസ് മുറിയിൽ തുള്ളിക്കളിച്ച് തുമ്പിയെപ്പോലെ പാറി നടന്ന കുഞ്ഞുങ്ങൾ ജീവച്ഛവമായി കിടക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന ജോലിയിലാണ് ഈ ടീച്ചർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു അധ്യാപികയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഈ ടീച്ചർ അവിടെ നേരിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.
ഉണ്ടാകുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഇപ്പോഴും പലയിടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. പല വീടുകളും മണ്ണിനടിയിലായിപ്പോയി. അതിലെത്ര ആളുകൾ കൃത്യമായി മരിച്ചുവെന്ന് കണക്കെടുക്കാൻ തന്നെ കഴിയാത്തൊരു സാഹചര്യം വയനാട്ടിലെ ചില പ്രദേശങ്ങളിൽ മുണ്ടകൈ പോലെയുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുകയാണ്. മുണ്ടകൈയിലും അട്ടമലയിലും ചൂരൽമലയിലുമൊക്കെ തന്നെ വിനാശകാരിയായ ഈ ഉരുൾപൊട്ടൽ നാശം വിതച്ചത് ഒരുപാട് മനുഷ്യജീവനുകൾക്കാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ഈ അടുത്ത കാലം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ്. റെക്കോർഡ് മഴയാണ് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. ഇന്ന് വെളുപ്പിന് 1 മണിക്കാണ് ഈ മഴയായി പെയ്തിറങ്ങിയത്. ഈ നാട്ടിലേക്ക് ഉരുൾപൊട്ടലിൽ മലവെള്ളം കുതിച്ചെത്തിയപ്പോൾ ഒരുപാട് വീടുകൾ മണ്ണിനടിയിലായി പോയി. ഒരുപാട് മനുഷ്യർ ഓർക്കാപ്പുറത്ത് എന്നേക്കുമായി മണ്ണിൽ നിന്ന് ഇല്ലാതായി. ദുസ്സഹമായ അതിസാഹസികമായ സാഹചര്യം നിലനിൽക്കുന്നു. ഒരുപക്ഷെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ദൗത്യം മരണം ഇപ്പോൾ 89 ഉയർന്നു 89 ഉയർന്നു എന്ന വാർത്ത വരുന്നു. ഏറ്റവും സങ്കടകരമായ ആ വാർത്ത കൂടി പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ്. നഷ്ടപ്പെട്ട മനുഷ്യജീവനുകൾ 89 പേരാണ് വയനാട്ടിലെ ഈ ദുരന്തത്തിൽ നിന്ന് വരുന്നു. ചില പ്രേക്ഷകർ നമ്മോട് ആവശ്യപ്പെട്ടതുപോലെ സഹായം ആവശ്യമുള്ളവരും അതുപോലെ വിവരങ്ങൾ അറിയിക്കാനുള്ളവരും 24ലേക്ക് വിളിക്കാനുള്ള നമ്പർ സ്ക്രീനിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് 2 നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 8111991602. അതേപോലെ മറ്റൊരു നമ്പർ കൂടിയുണ്ട്. ആ നമ്പർ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. 8111991602. ഈ 2 നമ്പറുകളും പ്രേക്ഷകർക്ക് ഉപയോഗിക്കാം. 24 മണിക്കൂറും ഈ നമ്പർ അറ്റൻഡ് ചെയ്യാൻ 24 ആളുണ്ടാകും. മാത്രവുമല്ല 24 വാർത്താ സംഘങ്ങൾ ഈ പറയുന്ന ദുരന്ത ഭൂമിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. പരിമിതമായ ആണെങ്കിൽ പോലും ചില സഹായങ്ങൾ എത്തിക്കാൻ കഴിയും. ഏറ്റവും അവസാനം ഉരുൾപൊട്ടലിൻ്റെ വാർത്തയിൽ വിനാശകാരിയായ ഉരുൾപൊട്ടൽ നാശം വിതച്ച് കടന്നുപോയപ്പോൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 89 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ്. കൂടുതൽ ആളുകളെ കാണാതായി എന്നുള്ള വാർത്തകളും ഇപ്പോൾ വരികയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കൃത്യമായ ഒരു കണക്ക് കിട്ടാൻ തന്നെ മണിക്കൂറുകൾ വേണ്ടിവരും. ആ